നമസ്കാരം. മലയാളി വാർത്തയിലേക്ക് സ്വാഗതം. നിയമസഭയിൽ അക്ഷരാർത്ഥത്തിൽ കത്തിക്കയറുകയാണ് പ്രതിപക്ഷമെന്ന് പറഞ്ഞല്ലോ. താൽക്കാലികത്തേക്ക് സഭ ഇപ്പോൾ നിർത്തിവെച്ചിരിക്കുകയാണ്. മാത്യു കുഴൽനാടൻ ഭരണപക്ഷത്തെ നാക്കിന്റെ ബലം കൊണ്ട്, നാക്കുകൊണ്ട്, കൃത്യമായ തെളിവുകൾ കൊണ്ട് ഭയപ്പെടുത്തിയിരുന്ന മാത്യു കുഴൽനാടൻ അങ്ങനെ നിയമസഭയിൽ മുണ്ടും കെട്ടി ഡയസിൽ ചാടിക്കയറുന്ന മാത്യു കുഴൽനാടനെയാണ് നമുക്കിത് കാണാൻ സാധിക്കുന്നത്. സത്യത്തിൽ എത്ര നാളിങ്ങനെ മിണ്ടാതിരിക്കും, എത്ര നാൾ ഇതൊക്കെ കണ്ടും കേട്ടും സഹിച്ചിരിക്കുമെന്നാണ് മാത്യു ചോദിക്കുന്നത്. അങ്ങനെ മുണ്ടും കെട്ടി ഈ സ്പീക്കറിന്റെ ഡയസിലേക്ക് ചാടിക്കയറിയ മാത്യു കുഴൽനാടനെ കണ്ട അക്ഷരാർത്ഥത്തിൽ പ്രതിപക്ഷവും ഭരണപക്ഷവും ഒരേപോലെയാണ് ഞെട്ടിയിരിക്കുന്നത്. സ്വർണ്ണക്കൊള്ള കേസ് അട്ടിമറിക്കുന്നുവെന്ന് ആരോപിച്ച് നിയമസഭയിൽ പ്രതിപക്ഷത്തിന്റെ രൂക്ഷമായ പ്രതിഷേധം. ബഹളത്തെ തുടർന്ന് സഭാ നടപടികൾ നിർത്തിവെച്ചു. പ്രതിപക്ഷ MLA-മാർ സ്പീക്കറുടെ ഡയസിലേക്ക് ചാടിക്കയറാൻ ശ്രമിച്ചതോടെ സഭ യുദ്ധക്കളമായി മാറി. സ്പീക്കർ AN ഷംസീർ ഇരിപ്പിടത്തിൽ നിന്ന് എഴുന്നേറ്റ് പോയതോടെയാണ് നടപടികൾ തടസ്സപ്പെട്ടത്. അൻവർ സാദത്ത് MLA-യുടെ നേതൃത്വത്തിലുള്ള സംഘമാണ് ഡയസിലേക്ക് ഇരച്ചു കയറിയത്. വാച്ച് ആൻഡ് വാർഡ് ഇവരെ തടഞ്ഞതോടെ സഭയ്ക്കുള്ളിൽ ഉന്തും തള്ളും ഉണ്ടായി. സ്വർണ്ണക്കൊള്ളയിലെ അന്വേഷണം മുഖ്യമന്ത്രിയുടെ ഓഫീസിന്റെ ഇടപെടൽ മൂലം വഴിമുട്ടി നിൽക്കുകയാണ് എന്ന് പ്രതിപക്ഷ നേതാവ് VD സതീശൻ ആരോപിച്ചു. ഉന്നതരായ പ്രതികൾക്കെല്ലാം സ്വാഭാവിക ജാമ്യം ലഭിക്കാൻ പോലീസ് സൗകര്യമൊരുക്കുകയാണ്. കേസിലെ പ്രധാന പ്രതി ഉണ്ണികൃഷ്ണൻ പോറ്റി ഉടൻ പുറത്തിറങ്ങുമെന്നും SIT-യെ മുഖ്യമന്ത്രിയുടെ ഓഫീസ് സമ്മർദ്ദത്തിലാക്കിയിരിക്കുകയാണെന്നും സതീശൻ കുറ്റപ്പെടുത്തി. ഈ സാഹചര്യത്തിൽ സഭാ നടപടികളുമായി സഹകരിക്കാനാവില്ലെന്നും നിയമസഭയ്ക്ക് അകത്തും പുറത്തും സമരം കടുപ്പിക്കുമെന്നും പ്രതിപക്ഷം പ്രഖ്യാപിച്ചു. ആ പ്രഖ്യാപനത്തിന് പിന്നാലെയാണ് പ്രതിപക്ഷം ശക്തമായി ഈ നടുത്തളത്തിലിറങ്ങി പ്രതിഷേധിച്ചത്. പ്രതിപക്ഷത്തിന് വിഷയദാരിദ്ര്യമാണെന്നും ജനാധിപത്യത്തെ അവഹേളിക്കുകയാണെന്നും മന്ത്രി MP രാജേഷ് തിരിച്ചടിച്ചു. ഹൈക്കോടതിയിൽ നിന്ന് സ്പ്രിംഗ്ലർ ഉൾപ്പെടെയുള്ള വിഷയങ്ങളിൽ തിരിച്ചടി നേരിട്ടതിന്റെ അരിശം പ്രതിപക്ഷം സഭയിൽ തീർക്കുകയാണെന്ന് മന്ത്രി പരിഹസിച്ചു. പാർലമെന്റിൽ തൊഴിലുറപ്പ് പദ്ധതി അട്ടിമറിച്ച ദിവസം പ്രധാനമന്ത്രി മോദിക്കൊപ്പം ചായ കുടിക്കാൻ പോയ പ്രിയങ്ക ഗാന്ധിയുടെ അനുയായികളാണ് ഇവിടെ നാടകം കളിക്കുന്നതെന്നും മന്ത്രി ആഞ്ഞടിച്ചു. ഭരണ പ്രതിപക്ഷ വാക്കുപോരും കയ്യാങ്കളിയും നീണ്ടതോടെ സഭ അനിശ്ചിതത്വത്തിലായി. സ്പീക്കറുടെ എഴുന്നേറ്റുപോക്കും അസാധാരണമാണ്. അൻവർ സാദത്ത് MLA-ആണ് ഡയസിലേക്ക് ചാടിക്കയറിയത്. പിന്നാലെ മാത്യു കുഴൽനാടനും ചാടിക്കയറി. ഇതോടെയാണ് സഭ ആദ്യം നിർത്തിയത്. പിന്നീട് 10 മണിക്ക് സഭ വീണ്ടും ചേർന്നു. അപ്പോഴും ബഹളം തുടർന്നു. ഇതോടെ വീണ്ടും സഭ നിർത്തി. സർ, യാതൊരു വിഷയവുമില്ലാതെ കേരളത്തിലെ ജനങ്ങളെ തെറ്റിദ്ധരിപ്പിക്കുന്ന രീതിയിലുള്ള സമര ആഭാസങ്ങൾക്കാണ് സാർ നമ്മുടെ സഭ സാക്ഷ്യം വഹിച്ചുകൊണ്ടിരിക്കുന്നത്. സാർ പ്രതിപക്ഷം BJP-ക്ക് വേണ്ടിയാണ് സാർ ജോലി ചെയ്യുന്നത്. സാർ, കേന്ദ്ര ഗവൺമെന്റ് ഒരു ബജറ്റ് അവതരിപ്പിച്ചു. സാർ, ആ ബജറ്റിനെ പറ്റി ഒരു അക്ഷരം പോലും ചർച്ച ചെയ്യാതെ ഈ സഭയ്ക്കകത്ത് വന്നുകൊണ്ട് ജനങ്ങളെ തെറ്റിദ്ധരിപ്പിക്കാൻ വേണ്ടിയും നേരത്തെ രാജീവ് മിനിസ്റ്റർ പറഞ്ഞതുപോലെ സാർ പബ്ലിസിറ്റിക്ക് വേണ്ടിയല്ലേ സാർ ഈ നാണം കെട്ട സമരം ഈ പ്രതിപക്ഷം ഈ സഭയ്ക്കകത്ത് ചെയ്യുന്ന സാർ കേരളത്തിലെ ഏറ്റവും ഗൗരവമായ ഒരു വിഷയത്തിലേക്കാണ് സാർ ഞാൻ ഈ സഭയുടെ ശ്രദ്ധ ക്ഷണിക്കുന്നത്. സാർ, ഒരു ദശാബ്ദ കാലത്തോളം നീണ്ടു നിന്ന സാർ എന്താണ് സാർ ഈ കാണിക്കുന്നത്? സാർ കുറുക്ക